أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവരായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കി. ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നതുമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദർസിൽ കേൾപ്പിച്ചതാണ്. തുടർന്നുകൊണ്ട് സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിൽ ആദ്യം അംവാത്ത് എന്നതിൻ്റെ അർത്ഥം ജീവനില്ലാത്ത അവസ്ഥ, നിർജീവമായ അവസ്ഥ എന്നതാണ്. അല്ലാതെ ഉറുദുവിലുള്ളതുപോലെ മരിച്ചവൻ എന്ന അർത്ഥമല്ല. അതായത് ജീവിച്ചിരുന്നു മരിച്ചു എന്നർത്ഥമല്ല, മറിച്ച് നിർജീവങ്ങളായിരുന്നു, പിന്നീട് നാം നിങ്ങളെ ജീവിപ്പിക്കുകയും ജീവനുള്ളവരാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പറയുന്നു, ജീവനുള്ളവരാക്കിയ ശേഷം നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുകയും നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് മടക്കപ്പെടും. അതായത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് മനുഷ്യന് 4 അവസ്ഥകൾ വരുന്നു. ആദ്യം നിർജീവമായ അവസ്ഥ, പിന്നീട് ജീവനുള്ളവനാവുക, പിന്നീട് മരിക്കുക, പിന്നീട് വീണ്ടും ജീവിക്കുക. ഈ 4 അവസ്ഥകളുടെയും ഫലമായുള്ള അവസാന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാവുക എന്നത്. ഈ ആയത്തിൽ പറയുന്നു, ജീവനില്ലാത്തവനിൽ നിന്ന് നിങ്ങളെ ജീവനുള്ളവനാക്കിയ അള്ളാഹു ജീവൻ നൽകിയതിനു ശേഷം മരിപ്പിക്കുകയും ചെയ്യുന്നു. ആ മരണത്തിന് ശേഷം അവൻ മറ്റൊരു ജീവിതം നൽകില്ല എന്ന് അവനെപ്പറ്റി കരുതുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. ഇനി മറ്റൊരു ജീവിതം ലഭിക്കുമെങ്കിൽ ആ ജീവിതത്തിനായി മനുഷ്യനെ ഒരുക്കുന്നതിന് വേണ്ടി അവൻ്റെ ഭാഗത്തു നിന്നും, അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാർഗനിർദ്ദേശം തീർച്ചയായും വരേണ്ടതുമാണ്. എത്ര സരളവും സുന്ദരവുമായിട്ടുള്ള തെളിവാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജീവനില്ലാത്തവനെ ജീവനുള്ളവനാക്കാൻ അള്ളാഹുവിന് എന്ത് ആവശ്യമായിരുന്നു? ഒരു പ്രത്യേക ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഒരു ബുദ്ധിയുള്ള ജീവിയെ സൃഷ്ടിച്ച് കൊന്നതെന്തിനാണ്? ഈ ലോകത്തിലെ സന്തോഷവും സമാധാനവുമാണ് മനുഷ്യന് വിധിച്ചിരുന്നത് എങ്കിൽ ഈ മരണത്തിന് ശേഷം മറ്റൊരു ഉന്നത ജീവിതം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും നീണ്ട പ്രക്രിയയിലൂടെ ജീവനില്ലാത്തവനിൽ നിന്ന് ജീവനുള്ളവനാക്കി പിന്നീട് മരണത്തെ രുചിപ്പിച്ചത് എന്തിനാണ്? ഈ ആയത്തിൽ മരണശേഷം ഖബറിൽ ശിക്ഷയില്ല എന്നും സ്വർഗവും നരകവും മാത്രമേ ഉള്ളൂ എന്നും വിശ്വസിക്കുന്നവർക്കുള്ള മറുപടി കൂടി നൽകിയിട്ടുണ്ട്. കാരണം ഇതിൽ 5 കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. 1 നിർജീവമായിരുന്ന കാലഘട്ടം, 2 ഐഹിക ജീവിതത്തിൻ്റെ കാലഘട്ടം, 3 ശാരീരിക മരണത്തിൻ്റെ കാലഘട്ടം, 4 പിന്നീട് ഒരു പുതിയ ജീവിതത്തിൻ്റെ കാലഘട്ടം, 5 അതിനുശേഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകുന്ന കാലഘട്ടം, അതായത് ഹഷർ. മരണശേഷം ജീവിതം, ജീവിതത്തിനു ശേഷം സുമ്മ, പിന്നീട് എന്ന വാക്ക് വെച്ച് ഇലൈഹി തുർജഊൻ എന്ന് പറഞ്ഞതിലൂടെ, അവനിലേക്ക് നിങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞതിലൂടെ മരണത്തിനു ശേഷം ഉടൻ ഒരുതരം ജീവിതം ലഭിക്കുമെന്നും എന്നാൽ ഹഷർ, വിചാരണ പിന്നീട് സംഭവിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ഹഷറിന് മുമ്പ് ലഭിക്കുന്ന ഈ ജീവിതത്തിൽ മനുഷ്യനോട് നല്ലതോ ചീത്തയോ ആയ പെരുമാറ്റം ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. നല്ലതോ മോശമോ ആയിട്ടുള്ള പെരുമാറ്റമുണ്ടെങ്കിൽ ഹഷറിന് മുമ്പും അപൂർണമായ പ്രതിഫലവും അപൂർണമായ ശിക്ഷയുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് ഖബർ ശിക്ഷ എന്ന് പറയുന്നത്. ഇത്
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം ഈ ശിക്ഷയെ വ്യക്തമായി പരാമർശിക്കുന്നു. അന്നാറു യുഅറളൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമുസ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അതായത്, ഫിർഔന്റെ ജനതയെ രാവിലെയും വൈകുന്നേരവും നരകത്തിന് മുന്നിൽ ഹാജരാക്കും. അന്ത്യനാൾ വരുമ്പോൾ പറയപ്പെടും, ഫിർഔന്റെ ജനതയെ കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക. ഈ വചനത്തിൽ നിന്നും നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഫിർഔന്റെ ജനതയ്ക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഖുർആൻ അവതരിക്കുന്ന സമയത്തും അത് ലഭിച്ചുകൊണ്ടിരിക്കുകയുണ്ടായി. ഈ ആയത്തിൽ ശാരീരിക മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ ലോകത്തിലെ ഒരു സമൂഹത്തിന്റെ മരണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള സൂചനയും ആകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: ലോകം നിർജീവമായിരുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അതിനെ ജീവിപ്പിച്ചു. പിന്നീട് അത് ഒരു തവണ മരിക്കുന്നതാണ്, പിന്നീട് അള്ളാഹു അതിനെ ജീവിപ്പിക്കുന്നതാണ്. അതായത്, ഇവിടെ ഇസ്ലാമിന്റെ രണ്ട് പുരോഗതികളെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നു. ഒന്ന് പ്രാരംഭ കാലഘട്ടത്തിലും മറ്റൊന്ന് അവസാന കാലഘട്ടത്തിലും. അതായത്, ഇവിടെ സൂറത്തുൽ ജുമുഅയിലെ വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന പ്രവചനത്തിലേക്ക് സൂചന നൽകുന്നു. ഈ അർത്ഥത്തിൽ സുമ്മ ഇലൈഹി തുർജഊൻ എന്നതിലൂടെ അന്ത്യനാൾ വരും എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. ഇസ്ലാം അവസാനത്തെ മതമാണെന്നും അതിനുശേഷം അന്ത്യനാൾ വരെ മറ്റൊരു മതമോ ദർശനമോ ഇല്ല എന്നും ഇത് സൂചിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.